നമസ്കാരം സാർ. ഇത് കാസർഗോഡ് നമ്മൾ ചെറുക്കളം ടൗൺ കഴിഞ്ഞിട്ടായിട്ട് പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടായിട്ട് ബദിരക്കം പോവാ. ബദിരക്ക റോട്ടിലാണ്. ബദിരക്ക റോട്ടിൻ്റെ ഒരു കൊടിയാണിത്. അതിനപ്പുറത്തായി റോട്ടിൻ്റെ അവസ്ഥ നോക്കിക്കോളി. ഇത് കുറേ പ്രാവശ്യമായി മായ ഉണ്ടാകുമ്പോൾ മായ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ വെയിലുണ്ടാകുമ്പോൾ എന്തും കുറഞ്ഞിട്ട് ഈ റോട്ടിന് ശരിയായിക്കൂടെ? പണ്ട് ഈ ടെൻഡർ മിന്നെ വിളിച്ചാൽ പെർളത്തിന് ചെറുക്കളം വരെ എടുത്ത ടെൻഡറുകാർക്ക് ഓരോ പണി ഫിനിഷായിട്ടില്ല. ആന്നതിന് മുന്നേ എന്നെ ഓരോ പണി സ്റ്റോപ്പാക്കിയ ശേഷം അതിന് അതേ സമയത്ത് ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ടായിട്ട് ടെൻഡർ വേറെ ആൾക്ക് കൊടുക്കണ്ടേ? ആ കൊടുത്തിനെങ്കിൽ ഇന്ന് ഈ സീതി ഉണ്ടാട്ടിഞ്ഞ് ഇന്ന് വേറത്തോളം പെർളത്തോളം ഈ കൊയ്യ് എത്ര ആൾ രാത്രിയെല്ലാം പോകുന്നറിയോടെ. ഇതിപ്പോൾ ഇവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് കാണുന്നു. വെള്ളം ഉണ്ടെങ്കിൽ എന്താവും? എത്ര ആൾ പോകുന്നു രാത്രി? ഞാൻ പോകുന്നെന്ന് ആരും പറയോ? സമയം വണ്ടി കടലാസ് ഉണ്ടാവില്ല, പിന്നെ ലൈസൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഓര് പറയൂ ഞാൻ പോകുന്നെന്ന്. ഇതോടെ നോക്കറോ? ഇതെല്ലാം അവസ്ഥ അറിഞ്ഞാ? ഇതെല്ലാം അവസ്ഥ നോക്കതാ. ഇതെല്ലാം നിങ്ങൾ അധികാരികളെ നോക്കണ്ട സാറേ. നിങ്ങൾ ഒരാൾ വരണോ? ഒരാൾ വന്നിട്ട് ഏടെ കൊയ്യുണ്ട്, ഏടെ വിഷമമുണ്ട്, അതെല്ലാം നിങ്ങൾ നോക്കേണ്ടതല്ലേ? ഈ ജനങ്ങൾ പിന്നെ പബ്ലിക്കിന് ഇത് കൊടുക്കുന്നില്ല, ഇൻഷൂർ ഇതെല്ലാം ഓർക്കില്ലേ? പൈസ ടാക്സ് കിട്ടുന്നില്ല സാറേ. അതാടെ നോക്ക്. ഒരു 10 മിനിറ്റെല്ലാം വേണം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ്സാകാൻ. കാരണം ഈ കൊയ്യിൽ വണ്ടി സുലഭമാണല്ലോ. കുറേ വണ്ടി ടൗണിലേക്ക് എത്താൻ കുറേ പണി പിടിക്കും ചിലപ്പോൾ. ഏടി ബാക്കിയില്ല. ഒരു 10-20 മീറ്റർ ഒരു 15-20 മീറ്റർ ഇതിനെ ശരിയാക്കാൻ കഴിയില്ല. എത്ര ജാഗയിലുണ്ട്, എത്ര ജാഗയിൽ എത്ര കൊയ്യുണ്ട്? ഇതൊരു ചിന്തിക്കണ്ടല്ലേ? ഇത് ഞാൻ എന്നെ പറയണമെന്ന് എന്താ ഇങ്ങനെ നിയമമുണ്ടതാ? വേടോ കുറോ അത് വെള്ളത്തിനുണ്ടെങ്കിൽ കൊണ്ടറിയില്ല. എത്രയോ ആൾ ബോണ്ടായി. ഇങ്ങോട്ട് വാ. ഇതാ എല്ലാം ഇങ്ങനെ തന്നെ. വെള്ളം ഇല്ലാത്തതുകൊണ്ട് അറിയാതെ ഇപ്പോൾ ഒരു 10-15 മീറ്റർ 20 മീറ്റർ ഉണ്ടാവും. നിങ്ങൾ ഇതിനെ സംവിധാനം ചെയ്യണം സാറേ. ആൾക്കാരും നാണക്കെടാന്ന് കളിയാക്കുന്നു. നിങ്ങളെ കാസർഗോഡ് ഇങ്ങനെയുള്ള വണ്ടിൻ്റെ അഡ്രസ്സ് പോയി പോകണമല്ലോ അറിഞ്ഞാ? പായ വണ്ടിക്കാരനെല്ലാം പോകണം, പിന്നെ അണിക്കലുണ്ടാവില്ലാന്ന് പൊടിയായി പോകുന്ന വണ്ടിയല്ലോ. ഓട്ടോറിക്ഷക്കാർക്കെല്ലാം മുതലാവോ? 1 മണിക്കൂർ കാത്തു നിന്നിട്ടാന്ന് ഓട്ടോറിക്ഷക്കാർക്ക് ഒരു വാടക കിട്ടണമെങ്കിൽ. എന്നിട്ട് ഈ കുണ്ടും കുയിലും കൊണ്ടിട്ടാകുമ്പോൾ വണ്ടിയും പൊടിയായിട്ടാണ്. പാവങ്ങളാകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട് ജീവിക്കണമെങ്കിൽ. നിങ്ങൾ അധികാരികൾ കാരണം ഇതിന് ടെൻഡറിലെടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ പണിയെടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് ആരെങ്കിലും പറഞ്ഞു വെക്കുമോ? അപ്പോൾ മനസ്സിലായോ സാറേ? ഇത് 10-20 മീറ്റർ എങ്ങനെയാണ് ശരിയാക്കണം? ഒട്ടനെ മായൊന്നുമില്ല. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ആൾ രാത്രി പോയിട്ട് കാലും കൈയെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. മാത്രം ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ. കാസർഗോഡ് നിന്ന് ടി മുഹമ്മദ്.